മകളിൽ ശ്യാമവർണ്ണൻ വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ കളിയാടി നിൽക്കും കഥനം നിറയും യമുനാ നദിയായി മിഴിനീർ വഴിയും വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാൽ ഓർമകളിൽ ശ്യാമവർണ്ണൻ പണ്ടു നിന്നെ കണ്ട നാളിൽ പീലി നീർത്തേ മാനസം പണ്ടു നിന്നെ കണ്ട നാളിൽ പീലി നീർത്തേ മാനസം മന്ദഹാസം ചന്ദനമായി മന്ദഹാസം ചന്ദനമായി ഹൃദയരമണ ഇന്നിന്റെ വനിയിൽ കൊഴിഞ്ഞു പുഷ്പങ്ങൾ ജീവന്റെ താളങ്ങൾ വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ അന്നു നീ എൻ മുന്നിൽ വന്നു പൂവണിഞ്ഞു ജീവിതം അന്നു നീ എൻ മുന്നിൽ വന്നു പൂവണിഞ്ഞു ജീവിതം തേൻകിനാക്കൾ നന്ദനമായി തേൻകിനാക്കൾ നന്ദനമായി ഹൃദയരമണ ഇന്നിന്റെ വനിയിൽ കൊഴിഞ്ഞു പുഷ്പങ്ങൾ ജീവന്റെ താളങ്ങൾ വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ കളിയാടി നിൽക്കും കഥനം നിറയും യമുനാ നദിയായി മിഴിനീർ വഴിയും വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ ഗുഡ് ഗുഡ് വെരി ഗുഡ്. ഹനക്കുട്ടി ഓ എന്തൊക്കെയുണ്ട്? സുഖം സുഖാണോ? സുഖം. സുഖം ഓക്കെ, ചോദിക്കാം നമുക്ക്. മഞ്ജരി ചേച്ചി. ഹനപ്പെണ്ണേ, ഓ സുന്ദരിമണി, ഓ നന്നായി പാടി. താങ്ക് യു മാം. ഡീറ്റെയിൽസ് പറയൂ. ഇത് മഴ എന്ന് പറയുന്ന മൂവിയിലാണ്. ഓക്കെ. രവീന്ദ്രൻ മാസ്റ്റർ ആണ് മ്യൂസിക് ചെയ്തത്. ഓക്കെ. യൂസഫ് അലി കേച്ചേരി സാറാണ് ലിറിക്സ് എഴുതിയത്. ചിത്രാമ്മയാണ് പാടിയത്. ഓക്കെ. ആ മോള്
ഇത് കുറച്ചുകൂടി നല്ലോണം പഠിക്കണം കേട്ടോ. ഉം. കാരണം ഇതിൻ്റെ അകത്ത് ചെറിയ 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 പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. അത് തുടക്കത്തിലുള്ള മോള് ഒരുപാട് ഇത്തരത്തിലുള്ള പാട്ടുകൾ പാടിയിട്ടില്ല അല്ലേ? സംഗതികൾ ഒരുപാടുള്ള പാട്ടുകളൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഇതൊരു ഹിന്ദുസ്ഥാനി ശൈലിയിലുള്ള ഒരു പാട്ടാണ്, രവീന്ദ്ര മാഷ് ചെയ്തൊരു പാട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ അതുപോലത്തെ സംഗതികളും കാര്യങ്ങളും സഞ്ചാരങ്ങളും പോയിട്ടുണ്ട്. മോൾക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ കുറച്ചുകൂടി ഒരു ടൈം വേണം. ഇപ്പൊ പഠിച്ചതൊക്കെ മോളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പാടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു ഫീലിംഗ്, ഹന ഇത് കുറച്ചുകൂടെ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഡു മച്ച് ബെറ്റർ അല്ലേ? എനിക്കിതില് അവിടെ ഇവിടെയൊക്കെ ഇത് ഞാൻ ഓരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല. ആദ്യത്തെ ഹമ്മിങ് അവിടെ ചെറിയ രീതിയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ സംഗതികൾ വരുമ്പോൾ ആ സംഗതികളുടെ ക്ലാരിറ്റി കുറച്ചുകൂടി ആവാം. പിന്നെ ഒരു സംഗതി മിസ് ചെയ്തോ, ഒരു റൺസ് പോകുന്നില്ലേ അതില്? അവസാനത്തെ അവസാനം ഒരു സംഗതി ഇല്ലേ, യമുന യമുന നദി, അത് പാടിയില്ലല്ലോ. ഇങ്ങനൊരു സംഗതി ഉണ്ടല്ലോ ഇതില്. അത് ഓക്കെ മോള്, അത് പാടി മോള്. ഇങ്ങനൊരു സംഗതി ഇല്ലേ? യമുനയ്ക്ക് അങ്ങനെ സംഗതി ഇല്ല. എന്നാ അങ്ങനെ ഉണ്ട്, ഒന്നുകൂടെ ഒന്ന് പോയി കേട്ടു നോക്കോളൂ. കുട്ടി അങ്ങനെ അഭിപ്രായപ്പെടുന്നു. അതല്ല, കേട്ടപ്പം ഇല്ലായിരുന്നു. മോൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കൂ. ഇതിനകത്ത് അതേപോലെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ സംഗതികൾ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി ആവാമായിരുന്നു എന്ന് എനിക്ക് ജെനുവിനായിട്ട് തോന്നുന്നു. അത് കുറച്ചുകൂടെ സമയമെടുത്ത് പാടേണ്ട ഒരു പാട്ടാണിത്. മോളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മോൾ അതൊരു ബേസിക് ഒരു ട്യൂൺ പോലെയാണ് ഇപ്പോൾ പാടിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് കുറേ കുണുക്കുകളും സാധനങ്ങളും ഒക്കെ വരാനുണ്ട്. അപ്പം അത് മോൾ ഇരുത്തി പഠിക്കണം. ഈ പാട്ട് മോളുടെ ഒരു മാസ്റ്റർ പീസ് ആക്കി എടുക്കണം. അപ്പൊ അതിനുവേണ്ടി അത്രയും പ്രയത്നിക്കുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു മോൾ. ഇതിലൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല, നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു എന്ന് മാത്രം പറയാം. ഓക്കെ, താങ്ക് യു ചേച്ചി. ശരത് സർ. ഹന, ഓ സാർ, ഇവിടെ ഉഗ്രം പാട്ടാണ്, ഒരു അസാധ്യ കോമ്പസിഷനാണ് രവീന്ദ്രനാഥ്. അത് പറയാതിരിക്കാൻ വയ്യ. ഈ പറയുന്ന നമ്മുടെ ചിത്ര ചേച്ചി വരെ ഇത് പാടണമെങ്കിൽ ഒന്ന് ആലോചിക്കും. ചേച്ചിക്ക് വരെ ടെൻഷനാവും. അത് പാടിയേക്കുന്ന ഒറിജിനലാണ്. അത് ആ ഒരു തീപ്പൊരി പാട്ടുകാരിക്ക് വരെ പേടിയാണ് ഈ പാട്ട് പാടാൻ. അപ്പം മോള് കുറേയും കൂടെ വർക്ക് ചെയ്യണ്ടേ ഇതിന്റെ കാര്യം. ഓരോ സംഗതിക്കും ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സ്വഭാവമുണ്ട്. അത് മോളൊന്നും എനിക്ക് കറക്റ്റായിട്ട് പഠിച്ചിട്ടില്ലെന്നാ എനിക്ക് തോന്നിയ ഫീൽ ചെയ്ത്. അതുകൊണ്ട് മക്കൾ പലതും കൊണ്ട് അവിടെ വിടുന്നു, കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഇത്രയൊക്കെ മതി, രവീന്ദ്ര മാസ്റ്റർ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് നമുക്കെന്ത് എന്ന് പറഞ്ഞിട്ട് പാടുന്നു. അതൊക്കെ ശരിയാക്കണ്ടേ മോളത്? കുറച്ചും കൂടെ ഇത് ഏതാ കുറേ വർക്ക് ചെയ്യണം നമ്മളെ. അതുകൊണ്ട് നമ്മൾ കുറേയും കൂടെ വർക്ക് ചെയ്ത് ഇത് പാടണം. എന്നെങ്കിലും ഒരു അവസരത്തിൽ ഈ പാട്ട് അസാധ്യമായിട്ട് ഇവിടെ വന്ന് പാടണം കേട്ടോ മോളത്. കാര്യം ഇത് കുറേ ഏതാണ്ട് ഒരു 60% ശരിയാക്കാനുണ്ട് മോള് പാടി കേട്ടോ. അതുകൊണ്ടാണൊന്നും പറയാത്തത്. അത് മോള് കുറേയും കൂടെ പഠിക്കണം. ആലാപ് തൊട്ടുണ്ട് മോളെ കുഴപ്പങ്ങൾ പഠിക്കണം. അതിലേക്ക് ഇറങ്ങി പിന്നെ അസാധ്യമായിട്ട് നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന വിധത്തിൽ മോളിത് പാടണം. ചുമ്മാങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷന് ഈ പാട്ട് പാടണം. അങ്ങനെ പാടി തകർക്കുന്നത് നമുക്ക് കേൾക്കണം കേട്ടോ. അപ്പോൾ അത് അത്രയും വർക്ക് ചെയ്യണം മോളെ. നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ കിട്ടത്തില്ല. നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. അപ്പം ഹന നല്ല പാട്ടുകാരിയാണ്, ഒരു നല്ല സോളാണ് ഹന, അതിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പം ഈ പാട്ടിനെ സംബന്ധിച്ച് പഠിച്ചത് അത്രയ്ക്ക് ശരിയായില്ലെന്നുള്ള ഒരു പക്ഷക്കാരനാണ് ഞാൻ. അത് കുഴപ്പമില്ല, പൊക്കോട്ടെ കേട്ടോ. അത് നമ്മൾ ശരിയായിക്കൊള്ളണം. വാക്കാണേ, പിന്നെ മാറ്റി പറയരുത്. സത്യമാണല്ലോ. സത്യം. എന്റെ തലയെ തൊട്ട് സത്യോട്. സാറിന്റെ തലയാണ് സത്യം. മതി മോളെ മതി. അല്ല, എന്റെ തലയണേന്നാ പറഞ്ഞത്. അണ്ണന്റെ തലയാണ് നിനക്ക് ഒരു സ്നേഹവും ഇല്ല എന്റെ അടുത്ത്. അല്ല, മോൾ ഇതും കൂടെ പറഞ്ഞു, അടുത്ത തവണ ഈ പാട്ട് പാടുമ്പോ എന്തെങ്കിലും തെറ്റു വന്നാൽ തല പൊട്ടിത്തെറിച്ചോട്ടെന്ന്. അങ്ങനെ പറയോ നീ? ഒരിക്കലും നീ പാടിയേ വേണ്ട ഈ പാട്ട്. ഇനി ഈ പാട്ട് പാടിപ്പോയത്. കാര്യം എനിക്ക് ജീവിക്കണം. 5-6 പടം ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. ഇവ തമാശ പറഞ്ഞാ മോളെ കേട്ടോ. എന്തൊക്കെയാലും ചക്കരയാണ് നീ ഞങ്ങളുടെ, അതിലൊരു ഡൗട്ടും ഇല്ല. ഇത് പാടി അത്രയ്ക്ക് എനിക്ക് തൃപ്തിയാകും. ഓൾ ദി ബെസ്റ്റ്. മോൾ ഇത് തന്നെ പാടുന്നു. ഹനക്കുട്ടി, ഓ സാർ, ഇവരൊക്കെ പറഞ്ഞതെന്ന് എനിക്കും പറയാനുള്ളത് വേറൊന്നുമല്ല. ഇത് ഒരുപാട് സംഗതികളുണ്ട്. 1, 2 അല്ല, 3, 4, 5 അല്ല. ഇതിനകത്ത് കണ്ടമാന അണ്ണാച്ചിയുണ്ട്. ഒരുപാട് സംഗതിയുണ്ട്. ആ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്പി ആയിട്ടുള്ള സംഗതികളാണ്. അത് പാടാൻ മോളെ വലിയ പ്രയാസമാണ്. ഈ പാടിയ ആൾ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിലും ഇപ്പം ഞാൻ പല പാട്ടുകൾ ഇതുപോലത്തെ കുറേ വെച്ച് കീറിയിട്ടുണ്ട്.
പക്ഷേ പലരും വന്ന് പറയും ആ പാട്ടൊന്ന് പാടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയും ഇത്തിരി വയ്യ എന്നൊക്കെ പറയും. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാടിയാൽ എത്തില്ല അത്. കാരണം അത്രത്തോളം സംഗതികളുണ്ട് അതിനകത്ത്. അപ്പം മോള് സെലക്ട് ചെയ്യുമ്പോൾ മോൾ അത് നോക്കി അങ്ങ് സെലക്ട് ചെയ്യണം. മോള് നന്നായിട്ട് പഠിച്ചു, മോൾ അറ്റംപ്റ്റ് ചെയ്തു, അതൊക്കെ ഓക്കെ. പക്ഷേ പലയിടത്തും ഈ സംഗതികൾക്ക് കൃത്യമായിട്ടുള്ള പെർഫെക്ഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾക്കിത് കേട്ടോണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ സ്റ്റേജിൽ കയറുമ്പോഴും മോള് പേടിച്ചാ കയറി. കാരണം അത് വരുമോ ഇത് വരുമോ, പ്രയാസമാണ് മോളെ ഈ പാട്ട്. കട്ടമാന സംഘം, ഒന്നും രണ്ടും ഒന്നുമല്ല, വാരി ഇറക്കിയിരിക്കുക ടണ്ട് കണക്കിന്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ടൈം എടുക്കുമ്പോഴത്തേക്ക് നല്ല പാട്ടുകൾ നോക്കി സെലക്ട് ചെയ്ത് വരും കേട്ടോ. അതുകൊണ്ട് ദുഃഖിക്കുകയൊന്നും വേണ്ട, പാട്ട് ഏകദേശം നന്നായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഈ സംഗതി അതാണ് വീണ്ടും എനിക്ക് അണ്ണാച്ചി ഓർമ്മ വരുന്നത്. അല്ലേ അണ്ണാച്ചി? അതെ അണ്ണാച്ചി, അതെ. ഇത്ര തന്നെ, അല്ല ഇത് കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിച്ചു. ശരത് സർ. തീർന്നു. മഞ്ജരി ചേച്ചി. ഹന മോളെ ഈ പെർഫോമൻസിന് 8.1. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. എം ജി സർ. 8.2. താങ്ക് യു സർ. ഇങ്ങനെ കാണിച്ച അടുത്ത പാട്ടിന് വിക്ടറി. ഓക്കെ, സോ ടോട്ടൽ 16.3. ഓക്കെ, താങ്ക് യു. നമുക്ക് ഒരു റൗണ്ട് കൂടെ ഉണ്ട്, തകർക്കൂലേ? നന്നായി പ്രാക്ടീസ് ചെയ്ത് വരണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.